വയോജനങ്ങൾ നമ്മുടെ ബാധ്യതയല്ല, നമ്മുടെ സമ്പത്താണ്. 2025 മുതിർന്ന പൗരന്മാരുടെ എണ്ണം കേരള ജനസംഖ്യയുടെ 23% എത്തിയിരിക്കും. അവരുടെ പ്രശ്നമറിഞ്ഞ് പരിഹരിക്കാനും അവരുടെ നൈപുണ്യശേഷി പ്രയോജനപ്പെടുത്താനും സാധ്യമാവും വിധം ഒരു വയോജന ക്ഷേമ നയം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നയരൂപീകരണവും നിയമനിർമ്മാണവും നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി വയോജന വകുപ്പ് തന്നെ രൂപീകരിക്കണം. കൃഷിയും മത്സ്യമേഖലയും ഇന്ത്യയിൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന വിഭാഗം ജനസംഖ്യയിലെ 70% വരുന്ന കാർഷിക മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ്. ദൈനംദിന ജീവിതം പോലും വഴിയടയുമ്പോൾ കർഷക ആത്മഹത്യ ഇന്ത്യയിലെമ്പാടും ദിനേനെ വർദ്ധിക്കുകയാണ്. കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന പ്രകടന പത്രികാ വാദങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ശാസ്ത്രീയമായും പൂർണ്ണമായും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ ദുരിതം ഇന്ന് കർഷക ജനത അനുഭവിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായ ഫ്രോസൺ യൂണിറ്റ് തീരദേശങ്ങളിൽ ആരംഭിക്കേണ്ടതുണ്ട്. ജീവൻ പണയം വെച്ച് അത്യധ്വാനം ചെയ്യുന്ന കടലിൻ്റെ മക്കൾക്ക് ലഭിക്കുന്ന മത്സ്യവിഭവം താൽക്കാലികമായി സൂക്ഷിക്കാനിടമില്ലാത്തതിനാൽ തീരത്തെത്തിയ ഉടനെ വളരെ കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കേണ്ട ദുരവസ്ഥയുണ്ട്. ഫ്രോസൺ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ മത്സ്യത്തിന് ന്യായവില ലഭ്യമാക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാവകാശം ലഭിക്കുകയും ചെയ്യും. മത്സ്യമേഖലയിലെ തീരദേശവാസികൾക്ക് വനാവകാശ നിയമം പോലെ തീരദേശ അവകാശ നിയമം പാസാക്കണം. കാർഷിക ബഡ്ജറ്റ്. കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകളുടെ ഇടപെടൽ മൂലം കർഷകർക്ക് വിളകൾക്ക് വില ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. വനമേഖലയിലെ കൃഷിയിടങ്ങളിൽ നിരന്തരം വന്യമൃഗശല്യം കൂടി വരികയാണ്. ഈ അവസ്ഥയിൽ പ്രത്യേക കാർഷിക ബജറ്റുകൾ അവതരിപ്പിക്കണം. ഓരോ നിയോജക മണ്ഡലത്തിലും കൃഷിക്ക് മാത്രമുള്ള സോണുകൾ പ്രഖ്യാപിക്കണം. കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഉടനടി പണം കൊടുക്കണം. ഉൽപ്പന്നങ്ങളുടെ തറവില കാലോചിതമായി ജീവിത സൂചികക്കനുസരിച്ച് തീരുമാനിക്കപ്പെടണം. പഞ്ചായത്ത് തോറും കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം സ്ഥാപിച്ച് കൃഷിരീതികൾ നിശ്ചയിക്കപ്പെടണം. ഓരോ വാർഡിലും മണ്ണ് പരിശോധന നടത്തി ഗുണനിലവാരം കണക്കാക്കി അതിനനുസരിച്ചുള്ള കൃഷിക്ക് കർഷകരെ ബോധവാന്മാരാക്കണം. റബ്ബറിനെ നാണ്യവിളയായി മാത്രം കണക്കാക്കാതെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണം. കാർഷിക വൃത്തി ലാഭകരമല്ലാത്ത തോട്ടം പ്ലാന്റേഷനുകളിൽ ഹെൽത്ത് ടൂറിസം, ഫാം ടൂറിസം, IT മറ്റു സ്റ്റാർട്ടപ്പുകളായി 50% ഭൂമി ഉപയോഗിക്കാനാവും വിധം നിയമ ഭേദഗതി നടത്തണം.